നമുക്ക് ആദർശിന്റെ നയനയുടെയും നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നന്ദു വീട്ടിലേക്ക് വരുവാണ്. നന്ദു വന്നു കഴിഞ്ഞപ്പോഴത്തേനും കനക അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നു. നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോ അടിമുടിയും നോക്കി. അപ്പോഴാണ് നെറ്റിയിലെ ആ മുറിവ് കാണുന്നത്. പെട്ടെന്ന് കനി ചോദിച്ചു, എന്താടി ഇതെന്ത് പറ്റി? ഇന്നലെ നീ പോലീസ് ക്ലബ്ബിൽ മീറ്റിംഗ് കൊണ്ടെന്ന് പറഞ്ഞു പോയിട്ട് ഇതെന്താ നെറ്റിയെ മുറിവൊക്കെ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്? ആരെങ്കിലും ആയിട്ട് വഴക്കുണ്ടാക്കാൻ പോയെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ഗോവിന്ദൻ അങ്ങോട്ട് ഇറങ്ങി വന്നു. എന്താ കനക ഒച്ചപ്പാട്? ഗോവിന്ദൻ ഇങ്ങ് നോക്കിയേ, ഇവളുടെ നെറ്റിയെ മുറിവ് കണ്ടോ? അപ്പോഴേക്കും ഗോവിന്ദൻ ചോദിച്ചു, ഇതെന്താ നന്ദു, ഇതെന്ത് പറ്റിയതാന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, ഒന്നുമില്ല അച്ചാന്ന് പറഞ്ഞു. കനക പറഞ്ഞ്, സത്യം പറയടി, നീ എവിടെയെങ്കിലും പോയി വഴക്കുണ്ടാക്കിയോ? എന്തേലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ എങ്ങനെയാ ഈ നെറ്റിയിലെ ഈ മുറിവ്? ഇതെന്താ സംഭവിച്ചേ? ഇന്നലെ നീ ഇങ്ങോട്ടേക്ക് വരാതിരുന്ന് കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. ഇന്നലെ പോലീസ് ക്ലബ്ബിൽ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് പോക്കാ നീ. പിന്നെ നീ എന്തിനാടി നയനയുടെ അടുത്തേക്ക് പോയത്? ഇങ്ങോട്ടേക്ക് വരേണ്ടതായിരുന്നല്ലോ. അങ്ങനെ നൂറ് ചോദ്യങ്ങള്. ഒടുവിൽ നന്ദു പറഞ്ഞു, അത് പിന്നെ ഒന്നുമില്ല. ഇന്നലെ കുറച്ച് ഗുണ്ടകളുമായിട്ടൊന്ന് ഏറ്റുമുട്ടേണ്ടതായിട്ട് വന്നു. അപ്പൊ സംഭവിച്ച മുറിവാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കനയ്ക്ക് ദേഷ്യവും സങ്കടവും വന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ ഗോവിന്ദേട്ടാ, ഇവള് ഈ ജോലിക്ക് വരണ്ടാന്ന്. കണ്ടില്ലേ, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നാളെ വേറെന്തേലും കേൾക്കാൻ പറ്റും. പറഞ്ഞാൽ തലയിലേക്ക് കയറുവോ? എന്താന്ന് വെച്ചാൽ ആയിക്കോ. ഞാനൊന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു. കൂടുതലൊന്നും പറയാനായിട്ട് നന്ദു പോയില്ല. നന്ദു ദേഷ്യത്തോടെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അപ്പോഴേക്കും കനക പറഞ്ഞു, ഗോവിന്ദേട്ടാ, ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഇവളുടെ കല്യാണം നടത്തി വരണം. ഇനി ഇങ്ങനെ അഴിച്ചുവിട്ടിട്ട് കാര്യമൊന്നുമില്ല. ഇവളിങ്ങനെ ഒറ്റത്തടിയായിട്ട് നടക്കുന്നോണ്ടാ ഇവൾ ഈ പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടുന്നേ. മേല് കീഴ് നോക്കാതെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നേ. ഒരു കുടുംബജീവിതമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഒതുക്കമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഗോവിന്ദൻ പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാനല്ലേ കനകയെ പറ്റത്തുള്ളൂ. നമുക്ക് ബലമായിട്ട് അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന കാര്യമാണോ? കനക പറഞ്ഞു, ഗോവിന്ദൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഇനി വേറൊരു ജോൾസിനെ പോയി കാണാനായിട്ട് പോവുക. നന്ദുവിനെ കുറിച്ചൊന്ന് സംസാരിക്കണം, ഒന്ന് പ്രശ്നം വെച്ച് നോക്കിക്കണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് നല്ല ആലോചനകൾ ഏതെങ്കിലും വരുമെന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഇനി ഒന്നും നോക്കുന്നില്ല. ഗോവിന്ദൻ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, ഞാൻ നിൽക്കാം, പക്ഷേങ്കില് അവള് സമ്മതിക്കണം. അവള് സമ്മതിക്കാതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു. കനക പറഞ്ഞു, എനിക്കറിയാം അവളെ കൊണ്ട് സമ്മതിപ്പിക്കാനായിട്ട്, അല്ലാതെ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. മുറിയിലേക്ക് ചെന്ന് ഇച്ചിരി സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അനി നന്ദുവിനെ വിളിക്കുന്നുണ്ട്. നന്ദുവിനെ വിളിച്ച് നന്ദുവിന്റെ കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. എന്താ നന്ദു ഇത്? നീ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലോ, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട്. എന്താ ശരിക്കും സംഭവിച്ചേ? അവിടെ നയനയടുത്തേയും അതുപോലെ ആദർശേണ്ടൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ നിന്നോടൊന്നും ചോദിക്കായിരുന്നേ. എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അത് പിന്നെ നിന്നെ കണ്ടിട്ട് പോരുന്ന സമയത്ത് ആ ജ്വല്ലറിക്കാരുടെ ഗുണ്ടകളാന്ന് തോന്നേ അവന്മാരെ ആക്രമിച്ചത്. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും എനിക്ക് ഭയങ്കര ടെൻഷനായി. ഹനി പറഞ്ഞു, ശേ, ഒരു വാക്കെങ്കിൽ നീ എന്നോട് പറയുമായിരുന്നെങ്കിൽ. പറഞ്ഞിട്ട് എന്താവാനാ, നിനക്കറിയാലോ. അല്ലെങ്കിൽ തന്നെ ഇപ്പം നമ്മൾ നേരിട്ടൊന്ന് കണ്ട് സംസാരിച്ച വലിയ ഭൂകമ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഇനിയിപ്പം നീ എന്നെ രക്ഷിക്കാനും കൂടെ വന്നെന്നറിഞ്ഞാൽ തീർന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ല. ആദർശേട്ടൻ കൃത്യസമയത്ത് തന്നെ വന്നല്ലോ. എനിക്ക് പ്രശ്നമൊന്നുമില്ലടാ. എടി, നിനക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയായിരുന്നെങ്കിലോ ഞാൻ എന്ത് ചെയ്തേനാ? എന്ത് കുഴപ്പം പറ്റാനായിട്ടാ, ഞാൻ രക്ഷപ്പെട്ടല്ലോ. അനി പറഞ്ഞു കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ജ്വല്ലറിക്കാരെ അവന്മാരുടെ തലപ്പത്തിരിക്കുന്ന എത്ര വലിയ കൊമ്പനാണെങ്കിലും ശരി, അധികം വൈകാതെ നമ്മുടെ മുന്നിലേക്ക് വരും എന്നൊക്കെ എനിക്ക് നല്ല കട്ടക്കലിപ്പായിരുന്നു. നന്ദുവിനെ ഉപദ്രവിച്ച അവരാന്നുള്ള കാര്യം അറിയാം. അപ്പൊ പിന്നെ എനിക്ക് ദേഷ്യം വരാതിരിക്കുവോ? കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നവീൻ വീട്ടിലേക്ക് വരുന്നത് നന്ദുവിനെ കാണാനായിട്ട്. അപ്പം നന്ദുവിന് ഇങ്ങനെ അപകടം ഉണ്ടായെന്നുള്ള കാര്യങ്ങളൊക്കെ നവീൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നന്ദുവിനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നന്ദുവിനെ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പൊ ഇതിനു മുമ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നയനെ എടുത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് നന്ദു വീട്ടിലാന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിനെ കാണാൻ വന്നു. അങ്ങനെ ഗോവിന്ദനും കനകൻ പറഞ്ഞു, മോൻ ബാ, കയറിയിരിക്കാനൊക്കെ പറഞ്ഞു. അതേ മോളകത്തുണ്ട്, ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാന്ന് പറഞ്ഞു. അങ്ങനെ നവീൻ ചെന്ന് കഴിയുമ്പോഴത്തേനും നന്ദു മുറിയിലുണ്ടായിരുന്നു. നവീനേട്ടനോ വാ ഇരിക്കാനൊക്കെ പറഞ്ഞു. അല്ല, എന്താ നന്ദു, ഇത്രയൊക്കെ വലിയ കാര്യം നടന്നിട്ട് അറിഞ്ഞത് പോലുമില്ല. നീ എന്താ ഒന്നും പറയാതിരുന്നേ? പറയാൻ മാത്രം ഒന്നുമില്ല നവീനേട്ടാ. കുറച്ച് ഗുണ്ടകൾ അവന്മാര് ചേർന്ന് ആക്രമിച്ച. പിന്നെ ആദർശേട്ടൻ കൃത്യസമയത്ത് വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. നീ നന്ദു, നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തേട്ടൻ പാടില്ലെന്ന്? അല്ല, നിനക്ക് എവിടെയോ പോലീസ് ക്ലബ്ബിൽ മീറ്റിങ്ങുകളൊന്നും പറഞ്ഞല്ലേ പോയത്? ശരിക്കും ആ മീറ്റിംഗ് ഉണ്ടായിരുന്നായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും നന്ദുവിലൊരു പതർച്ച ഉണ്ടായി. എന്തുകൊണ്ടായിരിക്കും നവീനേട്ടൻ ഇങ്ങനെ ചോദിക്കുന്നേ? അപ്പം നവീൻ CIAനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു മീറ്റിംഗ് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ നന്ദു പറയുന്ന അങ്ങനെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് നന്ദു പറഞ്ഞു, ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു.
അപ്പോഴേക്കും നവീന് സംശയം, എന്തിനായിരിക്കും നന്ദു ഇങ്ങനെ കള്ളത്തരം പറയണേ? ഇനിയിപ്പോൾ അനിയുമായിട്ട് പോയിട്ടുണ്ടായിരിക്കുമോ? അനി പൊന്മുടിക്ക് പോയെന്ന് പറഞ്ഞന്ന് ഇനിയിപ്പോൾ അങ്ങനെ പോയതായിരിക്കുമോ? ആ സമയത്ത് നവീൻ പറഞ്ഞു, ശരി ശരി, അതെന്താണല്ലോ ആയിക്കോട്ടെ. എന്താണെങ്കിലും ഇനിയിപ്പം നീ ഇങ്ങനെ റിസ്ക് ഒന്നും എടുക്കണ്ട. ഏയ്, റിസ്ക് എടുക്കാതെ പറ്റില്ലല്ലോ. നവീനെണ്ണ അറിയാലോ, ഏൻ ജ്വല്ലറിക്കാര് അവന്മാര് സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. എങ്ങനെ എന്നെ ഇല്ലാതാക്കുക? ആ കള്ളക്കടത്ത് സ്വർണം പിടികൂടിയതിന്റെ ദേഷ്യം, റെയ്ഡ് നടത്തിയതിന്റെ ദേഷ്യം അവന്മാര് തീർത്തത്. നന്ദു, അങ്ങനെയാണ് ഇനിയും നീ സൂക്ഷിക്കണം. ഇനിയും ചിലപ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടായെന്നിരിക്കും. ഏയ്, അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല നവീനേട്ടാ. എന്ത് വന്നാലും ശരി, ഞാൻ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ തോറ്റു പിന്മാറാൻ പറ്റില്ലല്ലോ. ഈ തൊപ്പി തലേ വെച്ച് പോയില്ലേ, എനിക്ക് എന്റെ കടമ നിർവഹിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നവീനാണ് നന്ദുവിന്റെ കാര്യത്തിൽ ഭയങ്കര ഉത്കണ്ഠയാണ് കാണിക്കണേ. നന്ദുവിന് എന്തേലും സംഭവിക്കുമോ അങ്ങനെ ഒരു പേടിയും കാര്യം കൊണ്ട് നവീൻ കുറെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ നന്ദു അതൊന്നും മുഖവിലേക്ക് എടുത്തില്ല. നന്ദുവിനറിയാം താൻ എന്താ ഏതാന്നൊക്കെ. തനിക്കൊരു പരിധിയുണ്ട്. അതുകൊണ്ട് നന്ദു അത് കാര്യമായിട്ട് എടുക്കാൻ പോയില്ല. കുറച്ച് സമയം സംസാരിച്ചിട്ടാണ് നവീൻ പോകുന്നത്. ആ സമയത്ത് മാളവിക ആദർശിനെ കാണാൻ ചെല്ലുന്നുണ്ട്. പിന്നീട് ആദർശിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത്തവണത്തെ ഡിസൈൻ ഫെസ്റ്റ് അതിന് ജയിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഏൻ ജ്വല്ലറിക്കാരിക്കുന്നത്. ഇനിയിപ്പം എന്നെ ഹെൽപ്പ് ചെയ്യിക്കാട്ട് വേണേ പുറത്തു നാളെ ഇറക്കാന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നടക്കുന്ന കാര്യമാണോ അറിയത്തില്ല. ഇനിയിപ്പോൾ അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, ഇത്തവണ അവർക്കിട്ട് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ പണിയായിരിക്കും. അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച് കാണത്തില്ല മാളവിക ഇങ്ങനൊരു ചതി. പിന്നെ ഒരു കാര്യമുണ്ട്, നീ സൂക്ഷിക്കണം. എങ്ങാനും അവർക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ കാര്യത്തിൽ അവർ തീരുമാനം ഉണ്ടാക്കും. അതുകൊണ്ട് ഓരോ ചുവട് സൂക്ഷിച്ച് വേണം വെക്കാനായിട്ട്. മാളവി പറഞ്ഞു, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ ഇനിയിപ്പോൾ അവര് പുറത്തുനിന്ന് വേറെ ആരെങ്കിലും കൂടെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ സാരമില്ല. അങ്ങനെ എന്തേലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസൈൻ അവർ വരപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനതൊക്കെ മാനേജ് ചെയ്തോളാം. ഞാനതെല്ലാം തന്ന് എന്താണെങ്കിലും ഇത്തവണ നമുക്ക് അവരെ അടിമുടി തകർക്കണമെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, ശരി, ഓക്കെ. പിന്നെ അറിയാലോ, നയനെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ ഒന്ന് രണ്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ മാളവിയെ കാണിക്കുന്നുണ്ട്. കാരണം മാളവിയയ്ക്കും ഡിസൈനും കാര്യങ്ങൾ പ്രസന്റ് ചെയ്യണമല്ലോ. അങ്ങനെ കാര്യങ്ങൾ കുറച്ച് സംസാരിച്ചതിന് ശേഷമാണ് അവർ രണ്ടുപേരും കൂടെ പിരിയണേ. ഈ സമയത്ത് നയനയെ കാണാനായിട്ട് മുത്തശ്ശിയും ദേവേനയും കൂടെ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് മാളവിക നയന ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നയനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു, മോളെ, എപ്പോഴും നീ ഇങ്ങനെ ഇരുന്ന് ഇത് മാത്രം ചിന്തയെന്ന് ഓർത്തിരിക്കരുത്. അറിയാലോ, ഡിസൈൻ ഫെസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നോട്ടെ. മോൾ അത് അത്രമാത്രം കാര്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. മോള് പ്രഗ്നന്റ് എന്നുള്ള കാര്യം ഓർമ്മ വേണം. ഒത്തിരി സ്ട്രെസ് എടുക്കേണ്ട കാര്യമില്ല. ദേവേനി പറഞ്ഞു, അതെ മോളെ, മോൾ ഇത്ര മാത്രം ടെൻഷൻ അടിച്ചിരുന്ന് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കിട്ടുവാണെ കിട്ടട്ടെ. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അങ്ങനെയല്ലമ്മേ, ഇത്തവണ എന്താണെങ്കിലും ഈ ഡിസൈൻ ഫസ്റ്റിന് ഫസ്റ്റ് കിട്ടണം. ഈ പറയുന്ന ഏൻ ജ്വല്ലറിക്കാരുടെ തലപ്പത്തെത്തണം. മൂർത്തി ജ്വല്ലറി പോയ പ്രതാപം തിരികെ പിടിച്ചേ മതിയാവുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കിടന്ന് പ്രയത്നിക്കുന്നത്. ആദർശനെ മുത്തശ്ശൻ അംഗീകരിക്കണമെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്തേ മതിയാവുള്ളൂ. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട. അധികം വൈകാതെ തന്നെ മോൾക്ക് തറവാട്ടിലേക്ക് വരാൻ പറ്റും ആദർശനെ കൂട്ടിക്കൊണ്ട്. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, അച്ഛന്റെ സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റമൊന്നും വന്നിട്ടില്ല മോളെ. എന്നാലും അധികം വൈകാതെ മാറ്റം വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നയനെ പറഞ്ഞു, അത് തന്നെ എന്റെയും പ്രതീക്ഷ. മുത്തശ്ശൻ വന്ന് ആദർശനെ വിളിക്കണം. അത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അങ്ങനെ ഉണ്ടാവും തോന്നില്ല. ആദർശമോ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് വരുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. എത്രയും പെട്ടെന്ന് അത് നടക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, മോൾ ഇങ്ങനെ ഇരുന്ന് എപ്പോഴും ഇരുന്ന് ചെയ്യാതെ കുറച്ചൊക്കെ റെസ്റ്റ് എടുത്ത് ആഹാരമൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നായന പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നും ഇല്ല. എന്റെ കാര്യത്തിൽ എലിസബത്ത് ആന്റി നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. സമയാസമയങ്ങളിൽ ഫുഡും അതുപോലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിലൊരു ടെൻഷനും ഇല്ല. അതെ, ഇവിടെ എലിസബത്ത് ഉള്ളത് മാത്രം ഞങ്ങളുടെ ഒരു സമാധാനം. അല്ലായിരുന്നെങ്കിലോ എലിസബത്ത് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുമെന്ന് അറിയാന്ന് പറഞ്ഞു. ഈ സമയത്ത് അബി വീട്ടിലേക്ക് വന്നു. നവ്യ മുറിയിലുണ്ടായിരുന്നു. നവ്യയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നവ്യെ, ഇന്റർനാഷണൽ ഫെസ്റ്റ് ആണ് വരാൻ പോകുന്ന, ഡിസൈൻ ഫെസ്റ്റ്. എന്താണെങ്കിലും ഈ ഫെസ്റ്റിന് ഏൻ ജ്വല്ലറിക്കാർ തോക്കും, ഉറപ്പുണ്ട്. മാളവിക നല്ലൊരു ഡിസൈനറാ. ഈ പറയുന്ന നയനെ കടത്തി വിട്ടു അവള്. അത് കേട്ടപ്പോ നവ്യക്ക് ചിരിയാണ് വന്നത്. പെട്ടെന്ന് നവ്യ മുഖത്തൊരു ദേഷ്യമൊക്കെ വരുത്തിയിട്ട് പറഞ്ഞു, അല്ലെങ്കിലും ഈ പറയുന്ന നയന കളക്ഷൻസിന് ഇപ്പോഴൊരു വിലയില്ല. മാളവിക കളക്ഷൻസ് അല്ലേ അഭി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, ഇത്തവണ ഉറപ്പായിട്ട് നമുക്ക് തന്നെ കിട്ടുള്ളൂ.
അത് കിട്ടണം. കഴിഞ്ഞ തവണ ആ ഡീല് കിട്ടാതെ പോയി, പക്ഷെ ഈ തവണ നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നവ്യ മനസ്സിൽ പറഞ്ഞു, കിട്ടൂടാ കിട്ടും. ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അത് നടക്കില്ല. കണ്ടോ, ഇനി തകർന്ന് തരിപ്പണമാവാൻ പോകുന്നുള്ളൂ. എന്താ ഏതാണെന്ന് നീയൊക്കെ അറിയാനായിട്ട് പോകുന്നുള്ളൂ. ഈ നവ്യയോട് കളിച്ചിട്ടുണ്ടെങ്കിൽ കളി നീ അറിയാൻ പോകുന്നുള്ളൂ. ഇതിന്റെ തലപ്പത്തുള്ള ഏത് കൊമ്പനാണെങ്കിലും ശരി, അധികം വൈകാതെ ഞാൻ തിരിച്ചറിയും. അപ്പോഴേക്കും അഭിയോഗിച്ചു, എന്താ നവ്യ നീ ആലോചിക്കണേ? ഒന്നുമില്ല, ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. ഈ തവണത്തെ ഡിസൈൻ ഫെസ്റ്റിനെ മാളവിക കളക്ഷൻസ് ആയിരിക്കും ഒന്നാമതെത്തുന്നത്. അത് മൂർത്തി ജ്വല്ലറിക്കിട്ട് ഏറ്റവും വലിയ അടിയായിരിക്കില്ലേ അത്. പിന്നെ ഇപ്പൊ നീയല്ലേ മാനേജർ, അപ്പൊ നിനക്ക് അതിന്റെ ക്രെഡിറ്റും കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അഭി പറഞ്ഞു, അത് ശരിയാ, ഡേവിഡ് സാറിന് എന്നിലൊക്കെ നല്ല മതിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ ക്രെഡിറ്റും ഉണ്ടാവും, അതിൻ്റെതായ മെച്ചം ഉണ്ടാവും എന്നൊക്കെ അഭി ഒന്നും അറിയത്തില്ലാത്ത മട്ടി പറയാണ്. അപ്പോഴേക്കും നവ്യ മനസ്സിൽ പറഞ്ഞു, എനിക്കറിയാടാ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യം ഉണ്ടെന്ന്. നീ അത് മറച്ചു വെച്ചോണ്ടിരിക്കുക. എത്ര കാലം നിനക്കത് മറച്ചു വെക്കാൻ പറ്റും? നീ അത് മറച്ചു വെക്കടാ, ഞാനത് കണ്ടുപിടിച്ചോളാം എന്നൊക്കെയാണ് നവ്യ മനസ്സിൽ പറയണേ. പിന്നീട് സേവിയർ ആദർശിനെ വിളിക്കുന്നുണ്ട്. ആദർശിനെ വിളിച്ചിട്ട് നാഗേന്ദ്രൻ നമ്പർ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അയാൾ വീണ്ടും എവിടെയാന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട കഴിഞ്ഞപ്പോഴത്തേനും ആദർശിന് മനസ്സിലായി നാഗേന്ദ്രനെ ഒളിച്ചിരിക്കുന്ന സ്ഥലം എവിടെയാന്ന്. എത്രയും പെട്ടെന്ന് അവിടെ അങ്ങോട്ടേക്ക് ചെല്ലണം. ഇതിനു മുമ്പ് അവൻ രക്ഷപ്പെട്ടു, പക്ഷെ ഇത്തവണ അങ്ങനെ ആവരുത് എന്ന് കരുതിയിട്ട് ആദർശ് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.